أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുതുബയിൽ ഹുനൈനിലെ യുദ്ധം മുതൽ വിതരണം ചെയ്തതിനെക്കുറിച്ചാണ് പരാമർശിച്ചിരുന്നത്. അത് കൂടുതൽ വിശദീകരിക്കേണ്ടതുണ്ട്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി യുദ്ധമുതലുകൾ വിതരണം ചെയ്യുകയും പോരാളികൾക്ക് അവരുടെ ഓഹരികൾ നൽകുകയും ചെയ്തു. 1/5 വരുന്ന ഭാഗം ഏതാണ്ട് പൂർണ്ണമായും ഹൃദയബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനായി ഖുറൈശികളുടെയും മറ്റ് അറബ് ഗോത്രങ്ങളുടെയും നേതാക്കൾക്ക് വിതരണം ചെയ്തു. ചിലർക്ക് 100 ഒട്ടകങ്ങളും മറ്റു ചിലർക്ക് 50 ഒട്ടകങ്ങളും നൽകി. ഇത്രയധികം ധനം മറ്റുള്ളവർക്ക് നൽകിയതോടെ അൻസാറുകളിലെ ചില യുവാക്കൾക്ക് വല്ലാതായി. ചെയ്ത സേവനങ്ങളുടെയും ദൈവദൂതനോടുള്ള സ്നേഹത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തങ്ങൾക്കാണ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ അവകാശമെന്ന് അവർ കരുതി. അങ്ങനെ അവർ പറഞ്ഞു തുടങ്ങി, യഗ്ഫുറുല്ലാഹു ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൂത്തി ഖുറൈശിൻ വയദൂന വസുയൂഫന തഖ്തുറു മിൻ ദിമായിഹിം. അതായത്, അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലക്ക് പുറത്തു കൊടുക്കട്ടെ, അവിടുന്ന് ഖുറൈശികൾക്ക് നൽകുകയും ഞങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ വാളുകളിൽ നിന്ന് ഇപ്പോഴും ശത്രുക്കളുടെ രക്തം ഇറ്റുവീഴുന്നുണ്ട്. ഈ ചിന്തയാണ് അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അതുപോലെ അവരിൽ ചിലർ ഇങ്ങനെയും പറഞ്ഞു, പ്രയാസകരവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിൽ ഞങ്ങളെ വിളിക്കുകയും യുദ്ധം മുതൽ ഞങ്ങളിൽ പെടാത്ത മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അറിഞ്ഞപ്പോൾ അവിടുന്ന് അൻസാറുകളുടെ നേതാവായ ഹദ്റത്ത് സഅദ് ബിൻ ഉബാദയെ വിളിച്ചു. ഈ കാര്യങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചത് ഹദ്റത്ത് സഅദ് റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു എന്നാണ് ചിലരുടെ അഭിപ്രായം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ഫഅൈന അൻത മിൻ ദാലിക യാ സഅദ്, ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഞാനും എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. ഈ വിഷയം എന്നെയും ബാധിക്കാവുന്നതാണല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദിനോട് എല്ലാ അൻസാറുകളെയും ഒരുമിച്ച് കൂട്ടാൻ കൽപ്പിച്ചു. അങ്ങനെ എല്ലാവരും ഒരു കൂടാരത്തിൽ ഒരുമിച്ച് കൂടി. ചില മുഹാജിറുകളും അതിൽ ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അൻസാറുകളെ മാത്രമാണ് വിളിച്ചത്. അങ്ങനെ മുഹാജിറുകളെ അവിടുന്ന് തിരിച്ചയച്ചു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അല്ലയോ അൻസാർ സമൂഹമേ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്ക് വന്നെത്തിയ കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകൾ കേട്ട് അൻസാറുകളിലെ വിവേകമതികളായവർ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഞങ്ങളിലെ വിവേകമുള്ള ആരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ പെട്ടെന്ന് വികാരം കൊള്ളുന്ന ചില യുവാക്കൾ, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുറത്തു കൊടുക്കട്ടെ, അവിടുന്ന് ഖുറൈശികൾക്ക് നൽകുകയും ഞങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ആളുകളിൽ ഇപ്പോഴും അവരുടെ രക്തം ഇറ്റു വീഴുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അൻസാറുകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളും ഓർമ്മിപ്പിച്ചുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അഭിസംബോധന ചെയ്തു. അല്ലയോ അൻസാറുകളെ, ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങൾ വഴിതെറ്റിയവർ അല്ലായിരുന്നോ? എന്നിട്ട് അള്ളാഹു എന്നിലൂടെ നിങ്ങൾക്ക് സന്മാർഗം നൽകി. നിങ്ങൾ അസംഘടിതരും ചിതറിക്കിടക്കുന്നവരും
പരസ്പരം ശത്രുക്കളുമായിരുന്നില്ലേ? എന്നിലൂടെ അള്ളാഹു നിങ്ങളുടെ മനസ്സുകളിൽ പരസ്പര സ്നേഹവും ഐക്യവും സംജാതമാക്കി. നിങ്ങൾ ദരിദ്രരും ആവശ്യക്കാരുമായിരുന്നില്ലേ? ഞാൻ കാരണം അള്ളാഹു നിങ്ങളെ സമ്പന്നരും ധനികരുമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറയുമ്പോഴും അൻസാറുകൾ പറയുമായിരുന്നു, അല്ലാഹു വ റസൂലുഹു ആമൻ. ഇതെല്ലാം അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും അനുഗ്രഹമാണ്. അൻസാറുകളുടെ ഈ പ്രതികരണം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് എനിക്ക് മറുപടി നൽകുന്നില്ല? അവർ പറഞ്ഞു, യാ റസൂലുള്ളാ, ഞങ്ങൾ എന്ത് മറുപടി നൽകാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ മറുപടി നൽകാം. നിങ്ങൾ സത്യമായിരിക്കും പറയുന്നത്. നിങ്ങളുടെ വാക്കുകൾ ശരിയാണെന്ന് അംഗീകരിക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾക്കിങ്ങനെ പറയാം, യാ റസൂലുള്ളാ, കളവാക്കപ്പെടുകയും നിഷേധിക്കപ്പെടുകയും ചെയ്ത അവസ്ഥയിലായിരുന്നു അങ്ങ് ഞങ്ങളുടെ അടുത്ത് വന്നത്. ഞങ്ങൾ അങ്ങയെ സത്യപ്പെടുത്തി. അങ്ങ് നിസ്സഹായനായിരുന്നു. ആളുകൾ അങ്ങയെ അവഗണിച്ചിരുന്നു. എന്നാൽ ഞങ്ങൾ അങ്ങയെ സഹായിച്ചു. സ്വന്തം നാട്ടുകാർ അങ്ങയെ പുറത്താക്കിയപ്പോൾ ഞങ്ങളാണ് അങ്ങേക്ക് അഭയം നൽകിയത്. അങ്ങേക്ക് ധാരാളം ആശ്രിതരുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങയുടെ വിഷമങ്ങളിൽ പങ്കാളികളായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേട്ട് ഒരു അൻസാറും മിണ്ടിയില്ല. എല്ലാവരും തലകുനിച്ച് അവിടുത്തെ വാക്കുകൾ കേൾക്കുകയും ലജ്ജിക്കുകയും ചെയ്തു. ഖുറൈശികളോട് താൻ ഈ രീതിയിൽ പെരുമാറിയതിൻ്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകൾക്ക് വിശദീകരിച്ചു കൊടുത്തു. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ നേരത്തെ ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നു. ഇസ്ലാമും ഈമാനും നിങ്ങളുടെ ഹൃദയത്തിൽ നന്നായി ഉറച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ ഖുറൈശികളിൽ അധികം പേരും മക്ക വിജയ സമയത്ത് പുതിയതായി മുസ്ലിങ്ങളായവരായിരുന്നു. എന്നല്ല, ഒരുപാട് ആളുകൾ ഇസ്ലാമുമായി ബന്ധമില്ലാത്തവരായിരുന്നു. പഴയ വിശ്വാസികളെക്കാൾ ഈ നവമുസ്ലിങ്ങളാണ് ബന്ധുത്വപരമായ പെരുമാറ്റത്തിനും ഉപഹാരം നൽകുന്നതിനും കൂടുതൽ അർഹർ. അങ്ങനെ ഇസ്ലാം അവരുടെ ഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങുന്നതാണ്. നിരവധി യുദ്ധങ്ങളിൽ അവർക്ക് ധാരാളം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളതിനാൽ ഖുറൈശികൾ ഈ ഉപഹാരത്തിന് അർഹരുമായിരുന്നു. അതിനാൽ എൻ്റെ ഉദ്ദേശം അവരുടെ മനസ്സുകൾ ഇണക്കിക്കൊണ്ട് അവർ പൂർണ്ണമായി ഇസ്ലാമിൻ്റെയും ഈമാനിൻ്റെയും വൃത്തത്തിലേക്ക് വരിക എന്നതായിരുന്നു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെല്ലാം ആടുമാടുകളെയും ഒട്ടകങ്ങളെയും കൊണ്ട് അവരുടെ വീടുകളിലേക്ക് പോകവേ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്കിഷ്ടമല്ലേ? അള്ളാഹുവാണെ നിങ്ങൾ കൊണ്ടുപോകുന്ന ഈ സൗഭാഗ്യം അവർ കൊണ്ടുപോകുന്നതിനേക്കാൾ എത്രയോ ഉത്തമമാണ്. അവിടുന്ന് തുടർന്നു, ജനങ്ങളെല്ലാം ഒരു താഴ്വരയിലൂടെയോ ചുരം വഴിയോ സഞ്ചരിക്കുകയാണെങ്കിൽ, അൻസാറുകൾ മറ്റൊരു താഴ്വരയിലൂടെയോ ചുരം വഴിയോ സഞ്ചരിക്കുകയാണെങ്കിൽ ഞാൻ അൻസാറുകളോടൊപ്പം നടക്കാനാണ് ഇഷ്ടപ്പെടുക. അതായത് ഞാൻ അൻസാറുകളുടെ കൂട്ടത്തിൽ ചേരുന്നതായിരിക്കും. എൻ്റെ ബാഹ്യവസ്ത്രം ജനങ്ങളാണ്, എന്നാൽ അൻസാറുകൾ എൻ്റെ ആന്തർവസ്ത്രമാണ്, അതായത് ശരീരത്തോട് ചേർന്നിരിക്കുന്ന വസ്ത്രം. അനന്തരം അവിടുന്ന് പറഞ്ഞു, അല്ലയോ അൻസാറുകളെ, എൻ്റെ കാലശേഷം നിങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നത് നിങ്ങൾ കാണും. എന്നാൽ നിങ്ങൾ ക്ഷമിക്കുക. ഹൗദ കൗസറിൽ വെച്ച് എന്നെ കണ്ടുമുട്ടുന്നത് വരെ, അതായത് അന്ത്യനാളിൽ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾ ക്ഷമിക്കുക. അതായത് നിങ്ങൾക്ക് ഭരണനേതൃത്വം ലഭിക്കുകയില്ല. അവസാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, അൻസാറുകളോട് കരുണ കാണിക്കണമേ, അൻസാറുകളുടെ സന്താനങ്ങളോടും കരുണ കാണിക്കണമേ, അൻസാറുകളുടെ വരും തലമുറകളോടും കരുണ കാണിക്കണമേ. നിവേദകം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രസംഗം ചെയ്യുമ്പോൾ അൻസാറുകൾ കരയുകയായിരുന്നു. അവരുടെ താടി രോമങ്ങൾ കണ്ണുനീരുകൊണ്ട് നനഞ്ഞു കുതിർന്നിരുന്നു. അവർ ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരുന്നു, റളീനാ ബി റസൂലുള്ളാഹി ഖിസ്മൻ വഹാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിതരണത്തിലും ഞങ്ങളുടെ ഓഹരിയിലും ഞങ്ങൾ ഹൃദയാത്മന തൃപ്തരാണ്. അശ്രദ്ധയോടെ പറയുന്ന വാക്കുകൾക്ക് ചിലപ്പോൾ ദൂരവ്യാപകമായ ഫലങ്ങളുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിതരണത്തിൽ അൻസാറുകളിലെ യുവജനങ്ങൾ അതിർത്തി പ്രകടിപ്പിച്ചുവെങ്കിലും എല്ലാവരും അങ്ങനെ ചെയ്തിരുന്നില്ല. എന്നാൽ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ഈ കാര്യം അത്രത്തോളം നീരസമുണ്ടാക്കുന്നതായിരുന്നു. ലോകാവസാനം വരെ അതിൻ്റെ ഫലം അൻസാറുകൾ അനുഭവിക്കേണ്ടി വന്നു. അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഹദ്റത്ത് മുസ്ലിം മൗദ് തആലാഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കിയപ്പോൾ
മക്കക്കാർ തിരുമേനിയുടെ അടുത്ത് വന്നു. ഈമാനുമായി പൂർണ്ണ പരിചയം ലഭിക്കാത്തതിനാൽ അവരുടെ ശ്രദ്ധ ഇപ്പോഴും ദുനിയാവിലേക്കായിരുന്നു. അതിനുശേഷമുള്ള ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് യുദ്ധമുതലുകൾ ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുതലുകൾ ആളുകൾക്ക് വിതരണം ചെയ്തു. ഒരു അൻസാരി യുവാവ് ഒരു സദസ്സിൽ പറഞ്ഞു, ഞങ്ങളുടെ വാളുകളിൽ നിന്ന് രക്തം മിറ്റുവീഴുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ബന്ധുക്കൾക്ക് ധനം നൽകിയിരിക്കുന്നു. അവിടുന്ന് ഇതറിഞ്ഞപ്പോൾ അൻസാറുകളിലെ മുതിർന്ന നേതാക്കളെ വിളിച്ച് തനിക്ക് ഇങ്ങനെയൊരു സംസാരം കേൾക്കാനിടയായി എന്ന് അന്വേഷിച്ചു. അൻസാറുകൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വിവേകമില്ലാത്ത ആരോ പറഞ്ഞതാണത്. അവിടുന്ന് പറഞ്ഞില്ല, അല്ലയോ അൻസാറുകളെ, നിങ്ങൾക്കിങ്ങനെ പറയാമായിരുന്നു, ആരും അഭയം നൽകാതിരുന്നപ്പോൾ ഞങ്ങൾ മുഹമ്മദിന് അഭയം നൽകി. അദ്ദേഹത്തെ സ്വന്തം നാട്ടുകാർ പുറത്താക്കിയപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന് അഭയം നൽകി. എന്നിട്ട് അദ്ദേഹത്തിന് ബഹുമാനവും വിജയവും നേടിക്കൊടുത്തപ്പോൾ അദ്ദേഹം ധനം തൻ്റെ ബന്ധുക്കൾക്ക് വിതരണം ചെയ്തു. ഇത് കേട്ട അൻസാരികൾ ഉറക്കെ നിലവിളിച്ചു. വീണ്ടും പറഞ്ഞു, യാ റസൂലുള്ളാ, ഞങ്ങളങ്ങനെ പറയുന്നില്ല. പിന്നെ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഈ കാര്യം മറ്റൊരു തരത്തിലും പറയാവുന്നതാണ്. അതായത് മുഴു ലോകത്തിനും സന്മാർഗം നൽകാൻ ദൈവം നിയോഗിച്ച വ്യക്തി മക്കയുടേതായിരുന്നു. എന്നാൽ അള്ളാഹു അദ്ദേഹത്തെ മദീനയിലേക്ക് കൊണ്ടുപോയി. അള്ളാഹു തൻ്റെ ശക്തി പ്രഭാവത്താൽ മക്കയെ അദ്ദേഹത്തിന് കീഴടക്കി കൊടുത്തു. ആ സമയത്ത് മക്കക്കാർ വിചാരിച്ചു അവരുടെ വസ്തു അവർക്ക് തിരികെ ലഭിക്കുമെന്ന്. എന്നാൽ മക്കക്കാർ ആടുകളെയും ഒട്ടകങ്ങളെയും കൊണ്ടുപോയപ്പോൾ മദീനക്കാർ അള്ളാഹുവിൻ്റെ റസൂലിനെ കൂടെ കൊണ്ടുപോയി സ്വന്തം നഗരത്തിലേക്ക് മടങ്ങി. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, തീർച്ചയായും ഈ സംസാരം ഒരു വിവേകമില്ലാത്തവൻ്റെ വായിൽ നിന്ന് വന്നതായിരിക്കാം. എന്നാൽ അത് കാരണം ഇനി നിങ്ങൾക്ക് ഈ ലോകത്തിലെ ഭരണം ലഭിക്കുകയില്ല. ഇനി നിങ്ങളുടെ സേവനങ്ങൾക്ക് പ്രതിഫലം ഹൗദുൽ കൗസറിൽ വെച്ച് മാത്രമേ ലഭിക്കുകയുള്ളൂ. നോക്കൂ, ചരിത്രം പറയുന്നു, 13 നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. 14-ാം നൂറ്റാണ്ടും കടന്നു പോവുകയാണ്. അതും കടന്നു കഴിഞ്ഞു. ഈ കാലയളവിൽ ഓരോ സമുദായവും ഇസ്ലാം മുഖേന രാജാക്കന്മാരായിട്ടുണ്ട്. എന്നാൽ ഒരു അൻസാരിക്കും രാജാവാകാൻ സാധിച്ചില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഒരാളുടെ സംസാരം ഒരു സമുദായത്തിന് മുഴുവൻ നഷ്ടത്തിന് കാരണമായേക്കാം. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു തൻ്റെ ഖുതുബയിൽ ഈ സംഭവം വിവരിച്ച ശേഷം ജമാഅത്ത് നൽകിയ ഉപദേശം അന്നുള്ള പോലെ തന്നെ ഇന്നും നമുക്ക് പ്രാധാന്യം അർഹിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, പദവികളോ സമ്പത്തോ ലഭിക്കാൻ വേണ്ടി ത്യാഗം ചെയ്യുന്നവർ എൻ്റെ വിളി കേട്ട്, അതായത് ഖലീഫയുടെ വിളി കേട്ട് ത്യാഗത്തിനായി ഒരിക്കലും വരേണ്ടതില്ല. ദൈവത്തിനു വേണ്ടി ത്യാഗം ചെയ്യുന്നവർ മാത്രം വരിക. ദുർബലനും രോഗിയുമായ മനുഷ്യനാണ് ഞാൻ. ആരുടെയും ഔദാര്യം ചുമക്കാൻ എനിക്ക് കഴിയില്ല. ആകയാൽ ഞാൻ എനിക്ക് വേണ്ടി ചോദിക്കുന്നില്ല. ദൈവത്തിനു വേണ്ടി നൽകുന്നവൻ നൽകട്ടെ. അള്ളാഹു അതിന് പ്രതിഫലം നൽകുകയും ചെയ്യും. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ് വേണ്ടത്. അവൻ ഇച്ഛിക്കുന്നെങ്കിൽ ഈ ലോകത്തു നിന്ന് നൽകും, അല്ലെങ്കിൽ പരലോകത്ത് വെച്ച് നൽകുന്നതായിരിക്കും. എന്തായാലും ആത്മാർത്ഥതയോടെ ത്യാഗം ചെയ്യുന്നവൻ്റെ ത്യാഗം പാഴാക്കപ്പെടുകയില്ല. വിശ്വാസിയുടെ ത്യാഗം ആർക്കും പാഴാക്കാൻ കഴിയില്ല. അതിനാൽ ത്യാഗം ചെയ്യുന്നവർ ദൈവത്തെ മാത്രമായിരിക്കും ലക്ഷ്യമിടുക, അല്ലാതെ ലോകത്തെയല്ല. അതുകൊണ്ട് ത്യാഗത്തിലും സ്ഥാനങ്ങളിലും എപ്പോഴും അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ലക്ഷ്യമിടുക. അപ്പോൾ മാത്രമേ അവർക്ക് ദൈവത്തിൻ്റെ യഥാർത്ഥ അനുഗ്രഹങ്ങൾ നേടാൻ കഴിയുകയുള്ളൂ. ഒരു പ്രായമെത്തുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയധികം അനുഭവമുണ്ട്, ഞങ്ങൾ ഇത്രയധികം സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനുള്ള പ്രതിഫലം ഞങ്ങൾക്ക് ലഭിക്കണം, അത് ലഭിക്കുന്നില്ലല്ലോ എന്ന് ജമാഅത്ത് അംഗങ്ങൾക്കിടയിലും ചിന്തകൾ ഉണ്ടാകാറുണ്ട്. ഇഹലോകത്തിലെ പ്രതിഫലം മാത്രമാണോ നേടേണ്ടത്, അതോ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശിയാകണമോ എന്നവർ ചിന്തിക്കട്ടെ. ഇന്ന് അൻസാറുള്ളാഹയുടെ ഇജ്തിമ ആരംഭിക്കുകയാണ്. ഈ പ്രായത്തിൽ പരിചയം ലഭിക്കുമ്പോൾ ഇത്തരം ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. അൻസാറുകളോടും ഞാനിത് തന്നെയാണ് പറയുന്നത്. തങ്ങളുടെ അനുഭവത്തിൻ്റെയോ സേവനത്തിൻ്റെയോ പേരിൽ ആരുടെയെങ്കിലും മനസ്സിൽ വല്ല ചിന്തകളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർ അത് തള്ളിക്കളയുകയും അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ ശ്രമിക്കുകയും ചെയ്യുക. ഈ സന്ദർഭത്തിൽ അറാബികളുടെയും അക്ഷമയും പരാമർശിക്കപ്പെടുന്നുണ്ട്. യുദ്ധമുതലുകൾ വിതരണം ചെയ്യുന്ന സമയത്ത് കുറച്ച് ഗ്രാമീണർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും തടിച്ചുകൂടി ധനം ആവശ്യപ്പെടാൻ തുടങ്ങി. അവരുടെ തിരക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുതപ്പ് ഒരു മുൾച്ചെടിയിൽ കുടുങ്ങി കുറച്ച് തള്ളിക്കായി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, എൻ്റെ പുതപ്പ് എനിക്ക് തരിക, എൻ്റെ പുതപ്പ് എനിക്ക് തിരികെ തരൂ. എന്നിട്ട് ആ മുള്ളുകളുള്ള മരങ്ങളിലേക്ക് ചൂണ്ടി പറഞ്ഞു,
ഈ മുള്ളുകളുടെ എണ്ണത്തിന് തുല്യമായ ഒട്ടകങ്ങൾ എൻ്റെ കൈവശമുണ്ടായിരുന്നെങ്കിൽ അതും ഞാൻ നിങ്ങൾക്ക് വിതരണം ചെയ്യുമായിരുന്നു. എന്നെ നിങ്ങൾ ഒരിക്കലും പിശുക്കനായോ കള്ളം പറയുന്നവനായോ ഭീരുവായോ കണ്ടെത്തുകയില്ല. ഗ്രാമീണരുടെ ഈ മോശം പെരുമാറ്റത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശാസിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തില്ല. മറിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് വളരെ മികച്ച രീതിയിൽ അവർക്ക് ശിക്ഷണം നൽകുകയും അവർക്ക് ധനം നൽകുകയുമാണ് ചെയ്തത്. ഇതിനെക്കുറിച്ച് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ യുദ്ധങ്ങൾക്കെല്ലാം വിരാമമിട്ട ശേഷം പരാജിതരായ ശത്രുക്കളിൽ നിന്ന് പിഴകളായും യുദ്ധക്കളത്തിൽ ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കളായും ശേഖരിച്ച യുദ്ധമുതലുകൾ പതിവനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക സൈന്യത്തിൽ വിതരണം ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ഈ സന്ദർഭത്തിൽ ആ ധനം മുസ്ലിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്നതിനു പകരം അവിടുന്ന് അത് മക്കയിലെയും ചുറ്റുമുള്ള പ്രദേശങ്ങളിലെയും ആളുകൾക്ക് വിതരണം ചെയ്തു. അവരിൽ വിശ്വാസം പ്രവേശിച്ചിരുന്നില്ല. ഈ ആളുകളിൽ പലരും അവിശ്വാസികളായിരുന്നു. മുസ്ലിങ്ങളായവർ പുതിയ മുസ്ലിങ്ങളുമായിരുന്നു. ഒരു സമൂഹം തൻ്റെ സമ്പത്ത് മറ്റുള്ളവരിൽ വിതരണം ചെയ്യുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമായിരുന്നു. ഈ ധനം വിതരണം ചെയ്തത് ഹൃദയത്തിൽ നന്മയും ഭക്തിയും ഉടലെടുക്കുന്നതിനു പകരം ചിലരിൽ അത്യാഗ്രഹം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും തടിച്ചുകൂടി കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുമേനിയെ വിഷമിപ്പിക്കാൻ തുടങ്ങി. അവസാനം അവർ തിരുമേനിയെ ഒരു മരത്തിനടുത്ത് വരെ തള്ളി മാറ്റി. ഒരു വ്യക്തി അവിടുത്തെ തോളിൽ കിടന്നിരുന്ന ചാദർ പിടിച്ച് തിരിക്കാൻ തുടങ്ങി. അവിടുത്തെ ശ്വാസം പോലും നിലയ്ക്കുന്ന അവസ്ഥയായി. അവിടുന്ന് പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, എൻ്റെ കൈവശം വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതും ഞാൻ നിങ്ങൾക്ക് നൽകിയേണേ. എന്നെ നിങ്ങൾ ഒരിക്കലും പിശുക്കനായോ ഭീരുവായോ കണ്ടെത്തുകയില്ല. പിന്നീട് അവിടുന്ന് തൻ്റെ ഒട്ടകത്തിൻ്റെ അടുത്തു പോയി അതിൻ്റെ ഒരു രോമം പൊട്ടിച്ച് ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ ധനത്തിൽ നിന്ന് ഈ രോമത്തിൻ്റെ അത്ര പോലും എനിക്ക് ആവശ്യമില്ല. അറബ് നിയമപ്രകാരം ഭരണകൂടത്തിനുള്ള 5 ആ 5 ഞാൻ എൻ്റെ സ്വന്തം കാര്യത്തിനായി ചെലവഴിക്കുന്നില്ല, മറിച്ച് അത് നിങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. വഞ്ചിക്കുന്നവൻ അന്ത്യനാളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അപമാനിതനാകുമെന്ന് ഓർക്കുക. ജനങ്ങളെല്ലാം പറയുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാജ്യഭരണം ആഗ്രഹിച്ചിരുന്നു എന്ന്. രാജാക്കന്മാരും സാധാരണ ജനങ്ങളും തമ്മിൽ ഇങ്ങനെയുള്ള ബന്ധമാണ് ഉണ്ടാകാറ്. ഒരു രാജാവിനെ തള്ളിമാറ്റാനും അവൻ്റെ കഴുത്തിൽ കയറിട്ട് ഞെരിക്കാനും ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? അള്ളാഹുവിൻ്റെ ദൂതന്മാർക്കല്ലാതെ ആർക്കാണ് ഈ മാതൃക കാണിക്കാൻ കഴിയുക? എന്നിട്ടും ഈ രീതിയിൽ എല്ലാ ധനവും പാവപ്പെട്ടവർക്കിടയിൽ വിതരണം ചെയ്തിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിതരണം നീതിയുക്തമല്ലെന്ന് വിശ്വസിക്കുന്ന കഠിനഹൃദയരായ ആളുകൾ അപ്പോഴും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധമുതലുകൾ വിതരണം ചെയ്യുന്നതിലെ പൊതുവായ രീതി ഇപ്രകാരമായിരുന്നു. യുദ്ധമുതലിൽ നിന്ന് ഹുംസ് അഥവാ 1 മാറ്റിവെക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിവേചനാധികാരമനുസരിച്ച് വിതരണം ചെയ്യുകയോ ചെലവഴിക്കുകയോ ചെയ്തിരുന്നു. ബാക്കി മുഴുവൻ ധനവും യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് വിതരണം ചെയ്യും. ഇതിൽ കാൽനടയാത്രക്കാർക്കും കുതിരപ്പടയാളികൾക്കും പ്രത്യേക ഓഹരികളുണ്ടായിരുന്നു. എന്നാൽ ഹുനൈനിലെ യുദ്ധമുതലുകൾ വിതരണം ചെയ്യുന്നതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കൊന്നും നൽകിയില്ല, മറ്റുള്ളവർക്ക് നൽകി എന്ന് ചില അൻസാറുകൾ ചോദ്യം ഉന്നയിച്ചല്ലോ. അപ്പോൾ ചോദ്യമുയരുന്നു, യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് അവിടുന്ന് യുദ്ധമുതലിൽ നിന്നൊന്നും നൽകിയിരുന്നില്ലേ? അതോ അവരുടെ ഓഹരി മാത്രം നൽകിയിട്ട് ബാക്കി മുഴുവനും മറ്റുള്ളവർക്ക് വിതരണം ചെയ്തതാണോ? ഏതായാലും ഞങ്ങളുടെ ഗവേഷണ ടീമിൻ്റെ അഭിപ്രായത്തിൽ സീറത്തിൻ്റെ പ്രാഥമികവും വിശ്വസനീയവുമായ പുസ്തകങ്ങളിൽ ഇതിന് വ്യക്തമായ ഉത്തരം നൽകപ്പെട്ടിട്ടില്ല. എങ്കിലും ചരിത്ര ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് അവിടുന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഓഹരിക്കനുസരിച്ച് നൽകിയിരുന്നു എന്നാണ്. അത് ഓരോരുത്തർക്കും 4 ഒട്ടകങ്ങളായോ 40 ആടുകളായോ ആയിട്ടായിരുന്നു നൽകിയിരുന്നത്. കൂടാതെ കുതിരപ്പടയാളികൾക്ക് അവിടുന്ന് അവരുടെ ഓഹരിയും നൽകുകയുണ്ടായി. തിരുമേനിക്ക് മാത്രമുള്ള 5 ഭാഗത്തിൽ നിന്ന് നവമനസ്സുകളെ ഇണക്കാനെന്നോണം ആളുകൾക്ക് ധനം നൽകിയെന്നും സൂചനയുണ്ട്. എന്നാൽ മറ്റൊരു സാധ്യതയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധമുതലുകളിൽ നിന്ന് ആർക്കും ഒന്നും നൽകിയില്ലായിരിക്കാം. അതായത് പതിവ് രീതി അനുസരിച്ച് യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് നൽകാതെ എല്ലാ മുതലുകളും മറ്റുള്ളവർക്ക് നവമനസ്സുകളെ ഇണക്കാൻ വേണ്ടി വിതരണം ചെയ്തു. ചരിത്രത്തിൻ്റെയും സീറത്തിൻ്റെയും പല ഗ്രന്ഥങ്ങളും ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉദ്ധരണിയും ഇതേ ധാരണയാണ് നൽകുന്നത്. അദ്ദേഹം പറയുന്നു, ഈ യുദ്ധങ്ങൾക്കെല്ലാം വിരാമമിട്ട ശേഷം
പരാജിതരായ ശത്രുക്കളിൽ നിന്ന് പിടകളായും യുദ്ധക്കളത്തിൽ ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കളായും ശേഖരിച്ച യുദ്ധമുതലുകൾ പതിവനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക സൈന്യത്തിൽ വിതരണം ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ഈ സന്ദർഭത്തിൽ ആ ധനം മുസ്ലിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്നതിന് പകരം അവിടുന്ന് അത് മക്കയിലെയും ചുറ്റുമുള്ള പ്രദേശങ്ങളിലെയും ആളുകൾക്ക് വിതരണം ചെയ്യുകയാണുണ്ടായത്. ഹദീസുകളിൽ ഇപ്രകാരം നിവേദനമുണ്ട്. യുദ്ധമുതലുകൾ വിതരണം ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രാമീണ അറബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് എന്നോട് ചെയ്ത വാഗ്ദാനം പാലിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, സന്തോഷിക്കുക. ആ ഗ്രാമീണൻ പറഞ്ഞു, അങ്ങ് പലപ്പോഴും സന്തോഷിക്കുക എന്ന് മാത്രമാണ് പറയുന്നത്. അതായത് അവിടുന്ന് ഒന്നും നൽകുന്നില്ല, പറയുക മാത്രമാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഇയാളുടെ ഈ പ്രതികരണം തീരെ ഇഷ്ടപ്പെട്ടില്ല. അവിടുന്ന് അയാളിൽ നിന്ന് തൻ്റെ പുണ്യമുഖം തിരിച്ചു കളഞ്ഞു. അവിടെ നിന്നിരുന്ന ഹസ്രത്ത് അബൂ മൂസ അശരിയുടെയും ഹസ്രത്ത് ബിലാലിൻ്റെയും നേർക്ക് തിരിഞ്ഞു പറഞ്ഞു, ഇവൻ സന്തോഷവാർത്ത സ്വീകരിക്കാൻ വിസമ്മതിച്ചിരിക്കുന്നു, ഇനി നിങ്ങൾ സ്വീകരിക്കുക. ഇത് കേട്ട് രണ്ടുപേരും ഉടൻ പറഞ്ഞു, യാ റസൂലുള്ളാ, ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും അതിൽ തൻ്റെ കൈയും മുഖവും കഴുകുകയും ചെയ്തു. തുടർന്ന് അവിടുന്ന് ആ ശേഷിച്ച വെള്ളം ഹസ്രത്ത് അബൂ മൂസക്കും ഹസ്രത്ത് ബിലാലിനും നൽകിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഈ വെള്ളം കുടിക്കുക, നിങ്ങളുടെ മുഖത്തും നെഞ്ചിലും ഒഴിക്കുക, സന്തോഷിക്കുക. അങ്ങനെ അവർ പാത്രം വാങ്ങി അതുപോലെ ചെയ്തു. ഇവിടെ പ്രവാചക പത്നിമാരുടെ ആത്മാർത്ഥതയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് അനുഗ്രഹം നേടുന്നതിൻ്റെയും അപാരവും അസൂയാർഹവുമായ ഒരു ദൃശ്യം കാണാൻ സാധിക്കുന്നതാണ്. അടുത്ത് ഒരു കൂടാരത്തിൽ ഉമ്മുൽ മുഅ്മിനീൻ ഹസ്രത്ത് ഉമ്മു സലമയും ഉണ്ടായിരുന്നു. ഈ സംഭവം മുഴുവനും അവരുടെ കൂടാരത്തിനടുത്തായിരിക്കണം നടന്നത്. അവർ പർദ്ദയുടെ പിന്നിൽ നിന്ന് ആ രണ്ട് സഹാബിമാരോട്, അതായത് ബിലാലിനോടും ഹസ്രത്ത് ബിലാലിനോടും ഹസ്രത്ത് അബൂ മൂസയോടും പറഞ്ഞു, നിങ്ങളുടെ മാതാവിന് വേണ്ടിയും കുറച്ച് വെള്ളം ബാക്കി വെക്കണം. അങ്ങനെ അവർ ഹസ്രത്ത് ഉമ്മു സലമയ്ക്ക് വേണ്ടിയും കുറച്ച് വെള്ളം പാത്രത്തിൽ ബാക്കി വെച്ചു. മറ്റൊരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. രണ്ട് മലകൾക്കിടയിലെ താഴ്വരയിൽ നിറയെ ആടുകളുടെ ഒരു വലിയ കൂട്ടത്തെ കണ്ടു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇതെനിക്ക് നൽകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു മടിയും കൂടാതെ അവ അദ്ദേഹത്തിന് നൽകി. ആ ആട്ടിൻകൂട്ടവുമായി അദ്ദേഹം തൻ്റെ സമുദായത്തിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ജനങ്ങളെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുക. അദ്ദേഹം വളരെയധികം ദാനം ചെയ്യുന്നു. ദാരിദ്ര്യത്തെയോ പട്ടിണിയെയോ ഒട്ടും അദ്ദേഹം ഭയപ്പെടുന്നില്ല. സീറത്ത് എഴുതുന്നവർ പറയുന്നു, ഈ സംഭവവും ഈ സന്ദർഭത്തിൽ നടന്നതാണ്. ഇത് ഹദീസിലെ നിവേദനങ്ങളാണ്. എന്തായാലും മറ്റ് സംഭവങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ചില മർഹൂമിങ്ങൾ അനുസ്മരിക്കുന്നതാണ്. ജുമാക്ക് ശേഷം ജനാസ നമസ്കരിക്കുന്നതായിരിക്കും. ആദ്യത്തേത് റൊമാനിയയിലെ മുബല്ലിഗ് സിൽസില ആയിരുന്ന ബഹുമാനെ ഫഹിമുദ്ദീൻ നാസിർ സാഹിബിനെ കുറിച്ചാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ 52-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹം മൂസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അഹമ്മദ് പ്രവേശിച്ചത് അദ്ദേഹത്തിൻ്റെ മുതുമുത്തച്ഛൻ അത് മിർസ ഇലംദീൻ സാഹിബിലൂടെയാണ്. അദ്ദേഹം കത്തിലൂടെ ഹസ്രത്ത് നസീമ സ്വലാത്തു വസ്സലാമിൽ ബയ്യത്ത് ചെയ്യാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. കാദിയാനടുത്തുള്ള ലോധി നങ്കൽ എന്ന ഗ്രാമത്തിലെ ഇമാം മസ്ജിദ് നൂർ മുഹമ്മദ് സാഹിബ് അത് നസീമ സ്വലാത്തു വസ്സലാമിൽ ബയ്യത്ത് ചെയ്തതിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തി. അദ്ദേഹം ഗ്രാമത്തിൽ വന്നിങ്ങനെ പ്രഖ്യാപിച്ചു, ഇമാം മഹദി വന്നിരിക്കുന്നു, അദ്ദേഹം സത്യവാനാണ്, നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുക. അതിനുശേഷം കത്തുവഴി ബയ്യത്ത് ചെയ്തവരിൽ മിർസ ഇലംദീൻ സാഹിബും ഉൾപ്പെട്ടിരുന്നു. ഫഹിമുദ്ദീൻ നാസിർ സാഹിബ് 1996 ജൂണിൽ ജാമിയ അഹമ്മദിയയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി. ശേഷം പാകിസ്ഥാനിൽ വിവിധ സ്ഥലങ്ങളിൽ മുബല്ലിഗായി നിയമിതനായി. ഖുർആൻ തഫ്സീറിൽ അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തു. 2006 അദ്ദേഹത്തെ റൊമാനിയയിലേക്ക് അയച്ചു. മരണം വരെ അവിടെ സേവനം ചെയ്യാൻ അദ്ദേഹത്തിന് തൗഫീഖ് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ നസീറ ഫഹിം സാഹിബ് എഴുതുന്നു, അദ്ദേഹം ഒരു മാതൃകാപരമായ ഭർത്താവായിരുന്നു. ഞാനൊന്നും പറയാതെ തന്നെ എൻ്റെ വികാരങ്ങളെയും ചിന്തകളെയും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. വളരെയധികം ശ്രദ്ധയും കരുതലും നൽകുന്ന ഒരു പിതാവും കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകളിൽ അള്ളാഹു താലയുമായുള്ള ശക്തമായ ബന്ധം, ഭരമേൽപ്പിക്കൽ, ആരാധന, ദുആ, ക്ഷമ, ധൈര്യം, വിവേകം, സഹനം, ദീനിൻ്റെ
സേവനത്തിനുള്ള തീവ്രമായ ആഗ്രഹവും അഭിനിവേശവും, സ്വന്തം കടമകളെക്കുറിച്ചുള്ള ഉത്തമമായ ബോധം, എല്ലാ ജോലികളും കൃത്യസമയത്ത് പൂർത്തിയാക്കാനുള്ള ശ്രദ്ധ എന്നിവ ഉൾപ്പെടുന്നു. ഖിലാഫത്തുമായി അദ്ദേഹത്തിന് അഗാധമായ സ്നേഹബന്ധവും ആത്മാർത്ഥയും ഉണ്ടായിരുന്നു. എല്ലാ വ്യക്തിപരമായ കാര്യങ്ങൾക്കും ജമാഅത്ത് കാര്യങ്ങൾക്കും അദ്ദേഹം ഖലീഫയ്ക്ക് എഴുതുകയും മാർഗനിർദ്ദേശം തേടുകയും ചെയ്യുമായിരുന്നു. ജമാഅത്തങ്ങളെയും തൻ്റെ മക്കളെയും അദ്ദേഹം എപ്പോഴും സ്വന്തം കർമ്മമാതൃകയിലൂടെയാണ് ശിക്ഷണം നൽകിയിരുന്നത്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ രീതി വളരെ മികച്ചതായിരുന്നു. കൃത്യസമയത്തുള്ള നമസ്കാരങ്ങൾ, തഹജ്ജുദ്, നവാഫിൽ എന്നിവ അദ്ദേഹത്തിൻ്റെ ദിനചര്യയായിരുന്നു. രോഗം മൂർച്ഛിച്ചപ്പോഴും അദ്ദേഹം നമസ്കാരങ്ങൾ മുടക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു. അവസാനം അദ്ദേഹത്തിന് ക്യാൻസർ വന്ന് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടായപ്പോൾ അദ്ദേഹം പേപ്പർ കൊണ്ടുവരാൻ ആംഗ്യം കാണിച്ച്, എന്നിട്ട് അദ്ദേഹം അതിൽ ഇപ്രകാരം എഴുതി: ആരാധനയിലും അള്ളാഹു തആലയുടെ സന്നിധിയിലുള്ള പ്രാർത്ഥനയിലും ശ്രദ്ധിക്കുക. എല്ലാ പ്രയാസങ്ങളിലും വിഷമങ്ങളിലും അവൻ്റെ പടിവാതിൽക്കൽ തലകുനിക്കുക. കൂടാതെ തൻ്റെ ഭാര്യയെയും മക്കളെയും അദ്ദേഹം ഇങ്ങനെ ഉപദേശിച്ചു: എന്ത് സംഭവിച്ചാൽ നിങ്ങൾ അള്ളാഹുവിനെ ഉപേക്ഷിക്കരുത്. അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ഉപദേശിച്ചു: നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക, അള്ളാഹു തആലയുമായി സജീവ ബന്ധം സ്ഥാപിക്കുക, അവനുമായി സൗഹൃദം സ്ഥാപിക്കുക. അവൻ നിങ്ങളെ ഒരു ബുദ്ധിമുട്ടിലും ഒറ്റയ്ക്ക് വിടുകയില്ല. തബ്ലീഗിനും ജമാഅത്തിനെ പരിചയപ്പെടുത്തുന്നതിനുമുള്ള അവസരം അദ്ദേഹം പാഴാക്കിയിരുന്നില്ല. ജമാഅത്തിൻ്റെ സാഹിത്യങ്ങളും ലഘുലഘുകളും കൂടെ കരുതുമായിരുന്നു. ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടറെ പോലും അദ്ദേഹം തബ്ലീഗ് ചെയ്യുമായിരുന്നു. ഡോക്ടർമാർക്ക് തബ്ലീഗ് ചെയ്യാൻ സാധിച്ചതിൽ അദ്ദേഹം നന്ദി പ്രകടിപ്പിച്ചിരുന്നു. എപ്പോഴും മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ സൗഹൃദപരമായി പെരുമാറുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവം കാരണം എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം അറിഞ്ഞപ്പോൾ മിഷൻ ഹൗസിനടുത്ത് താമസിച്ചിരുന്ന റൊമാനിയൻ അയൽക്കാർ കരഞ്ഞുകൊണ്ട് തങ്ങളുടെ ദുഃഖം പ്രകടിപ്പിച്ചു. അവർക്ക് വലിയ ഞെട്ടലുണ്ടായി. രോഗാവസ്ഥയിൽ പോലും അദ്ദേഹം തൻ്റെ ജോലിപരമായ കടമകൾ മുടങ്ങാതെ നിർവഹിച്ചു. മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ ദുർബലമായിരുന്നപ്പോഴും, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നിട്ടും, ഭക്ഷണം കഴിക്കാൻ പ്രയാസമുണ്ടായിട്ടും അദ്ദേഹം ജമാഅത്തിൻ്റെ കത്തുകൾ എഴുതുകയും അടിയന്തര ഇമെയിലുകൾക്ക് മറുപടി നൽകുകയും ചെയ്തു. ഒരു അത്യാവശ്യ ഇമെയിലിന് അദ്ദേഹം മറുപടി നൽകുകയുണ്ടായി. റൊമാനിയയിൽ ജമാഅത്ത് ശക്തിപ്പെടണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹം. രാജ്യത്തെ സാഹചര്യങ്ങൾ പരിഗണിച്ച് അതിനുവേണ്ടി ഉചിതമായ നയപ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു. നിങ്ങളുടെ സ്വഭാവവും പെരുമാറ്റവും തബ്ലീഗിന് ഒരു ഉപാധ്യായം മാറണമെന്ന് അദ്ദേഹം മക്കളോട് പറയുമായിരുന്നു. റൊമാനിയൻ ഭാഷയിൽ ഖുർആൻ കരീമിൻ്റെ പരിഭാഷ പൂർത്തിയാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഏകദേശം 1.5 ജുസുവിൻ്റെ പരിഭാഷ അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നുവെങ്കിലും മറ്റു ജോലികൾ കാരണം കൂടുതൽ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുപോലെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥങ്ങളും അദ്ദേഹം പരിഭാഷപ്പെടുത്തുന്നുണ്ടായിരുന്നു. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രാദേശിക റൊമാനിയൻ ആളുകളുമായി അദ്ദേഹം ഇടപഴകുമ്പോഴെല്ലാം അവർ ഇങ്ങനെ പറയുമായിരുന്നു: അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലി വളരെ മര്യാദയുള്ളതും സാഹിത്യപരവുമാണ്. അത് സാധാരണയായി യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന പ്രൊഫസർമാർ സംസാരിക്കുന്നത് പോലെയാണ്. അവിടുത്തെ പ്രാദേശിക ആളുകൾ പറയുമായിരുന്നു: ഒരു റൊമാനിയൻ അല്ലാത്ത വ്യക്തി ഇത്രയും നല്ല മികച്ച ഭാഷ സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് വളരെ നല്ല ഭാഷാജ്ഞാനമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവ് സഫിയ ബീഗം സാഹിബ പറയുന്നു: മർഹൂമിൻ്റെ അമ്മയുടെ പിതാവും മാതാവും മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ സ്വഹാബിമാരായിരുന്നു. ഈ മുറബി സാഹിബ് ഉയർന്ന സ്വഭാവ ഗുണങ്ങൾക്ക് ഉടമയായിരുന്നു. കണ്ടുമുട്ടിയവരെല്ലാം അതെടുത്തു പറയുന്നുണ്ട്. നല്ല പെരുമാറ്റം, ക്ഷമ, ദീനീ കാര്യങ്ങളുള്ള തീവ്രമായ താല്പര്യം എന്നിവയെല്ലാം അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹങ്ങളായിരുന്നു. അവർ പറയുന്നു, അദ്ദേഹം വളരെ അനുസരണയുള്ള മകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ ജനനത്തിന് മുമ്പ് ഒരു സ്വപ്നം കണ്ടിരുന്നു. അദ്ദേഹം ഒരു കുട്ടിയെ എടുത്തു നിൽക്കുകയും അവൻ്റെ നെറ്റിയിൽ ചന്ദ്രനെയും നക്ഷത്രത്തെയും കാണുകയുണ്ടായി. എന്നിട്ട് മാതാവ് പറയുന്നു, അദ്ദേഹം ഒരു മുറബിയായപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഇൻഷാ അല്ലാഹ് ഒരു ദിവസം അവൻ തീർച്ചയായും പ്രകാശിക്കുമെന്ന്. 2006 അദ്ദേഹം റൊമാനിയയിലേക്ക് പോയി. അദ്ദേഹം റൊമാനിയയിലെ ആദ്യത്തെ മുബല്ലിഗായിരുന്നു. അദ്ദേഹം അവിടുത്തെ ഭാഷ പഠിച്ചു. വളരെ മികച്ച രീതിയിൽ പഠിക്കുകയുണ്ടായി. അവിടെ നിന്ന് ബിരുദവും കരസ്ഥമാക്കി. അദ്ദേഹം ജമാഅത്തിന് വേണ്ടി വലിയ സേവനങ്ങളാണ് ചെയ്തത്. അദ്ദേഹം ജമാഅത്തിനെ അവിടെ രജിസ്റ്റർ ചെയ്യിക്കുകയും മിഷൻ ഹൗസ് സ്ഥാപിക്കുകയും ചെയ്തു. നിത്യേന ചെയ്യേണ്ടിയിരുന്ന ജോലി പൂർത്തിയാക്കാതെ അദ്ദേഹം വിശ്രമിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരൻ റഫീഉദ്ദീൻ പറയുന്നു, മെട്രിക്കുലേഷൻ കഴിഞ്ഞ ഉടൻ മറ്റാരുടെയും നിർബന്ധമില്ലാതെ സ്വയം തന്നെ അദ്ദേഹം ജാമിയയിൽ പഠിക്കാനായി ചേർന്നു. അത് വളരെ മികച്ച രീതിയിൽ സത്യസന്ധമായി പാലിക്കുകയും ചെയ്തു.
അദ്ദേഹം ഒരിക്കലും അവധിയെടുക്കാറുണ്ടായിരുന്നില്ല. ഒരു തവണ ഒഴികെ. തൻ്റെ ഇളയ സഹോദരി മരിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹം അവധിയെടുത്തതെന്ന് സഹോദരൻ പറയുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ മിർസ ലബീദ് പറയുന്നു, ഞാൻ മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടി. എനിക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. എനിക്ക് ഈ പഠനം പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ച് ധൈര്യം നൽകുമായിരുന്നു. സലാത്ത് ചൊല്ലാനും തഹജ്ജുദ് നമസ്കരിക്കാനും പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാനും കഠിനാധ്വാനം ചെയ്യാനും അദ്ദേഹം ഉപദേശിച്ചു. അങ്ങനെ അദ്ദേഹം എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൻ ദാനിഷ് പറയുന്നു, ഒരിക്കലെങ്കിലും അദ്ദേഹവുമായി ബന്ധം പുലർത്തിയ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത കേട്ടപ്പോൾ കരയാൻ തുടങ്ങി. അവർ പറഞ്ഞു, അദ്ദേഹം വളരെ നല്ലവനും ദൈവഭക്തിയുള്ളവനുമായ ഒരു മനുഷ്യനായിരുന്നു. അതീവ വാത്സല്യമുള്ള വ്യക്തിയായിരുന്നു. ലാറ്റിയയിലെ മുബല്ലിഗ് എഴുതുന്നു, മർഹൂം വളരെ കഠിനാധ്വാനിയും സൽസ്വഭാവിയും പ്രസന്നവദനനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിനയവും എളിമയും ലാളിത്യവും ഏതൊരാളെയും ആകർഷിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഒരു പ്രത്യേക ഊഷ്മളതയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തെപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. റൊമാനിയയിൽ വിദ്യാഭ്യാസം കരസ്ഥമാക്കിയിരുന്ന മറ്റ് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളോട് അദ്ദേഹം വളരെ വാത്സല്യത്തോടെയും സ്നേഹത്തോടെയുമാണ് പെരുമാറിയിരുന്നത്. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന, ഇപ്പോൾ ഡോക്ടറാണ്, തസ്വീർ ജാവേദ് പറയുന്നു, വിദ്യാർത്ഥികളുടെ ആത്മീയ ശിക്ഷണത്തിന് വേണ്ടി അദ്ദേഹം പലപ്പോഴും ട്രെയിനിലോ ബസ്സിലോ മണിക്കൂറുകൾ യാത്ര ചെയ്ത് വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും വരുമായിരുന്നു. ജമാഅത്തിൻ്റെ പണം ചെലവാക്കുന്നതിൽ അദ്ദേഹത്തിന് അതിയായ ശ്രദ്ധയുണ്ടായിരുന്നു. അതിനായി പഴയ കാർബോർഡുകളും മറ്റും ശേഖരിച്ച് അദ്ദേഹം സ്വയം ഒരു ഡയസ് പോലും നിർമ്മിച്ചിരുന്നു. പണം ലാഭിക്കാനായിരുന്നു ഇത് ചെയ്തിരുന്നത്. കഠിനമായ രോഗാവസ്ഥയിലും അവസാന നിമിഷം വരെ വലിയ പ്രയാസങ്ങൾക്കിടയിലും അദ്ദേഹം നമസ്കാരങ്ങൾ മുടക്കാതെ നിർവഹിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം വളരെ ലളിതനും വിനയമുള്ളവനുമായിരുന്നു. മക്കൾക്ക് മാന്യതയും എളിമയും പഠിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. റൊമാനിയക്കാരനായ അസീം റുമാൻ ഷംസ് പറയുന്നു, എൻ്റെ പരീക്ഷകൾ വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഞാൻ വിജയിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. മുറബി സാഹിബ് എന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു, നിങ്ങൾ വിഷമിക്കണ്ട, പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് ഞാൻ നിങ്ങളെ ചില പ്രധാന പോയിന്റുകൾ പഠിപ്പിക്കാം. അള്ളാഹുവിൻ്റെ സഹായത്താൽ നിങ്ങൾ വിജയിക്കും. അതെനിക്ക് ഉപകാരപ്പെടുകയും ചെയ്തു. റൊമാനിയയിലെ നവമുസ്ലിമായ അദീൽ അദ്നാൻ പറയുന്നു, ഞാൻ അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയ ശേഷം അടുത്ത ദിവസം തന്നെ ഒരു ജമാഅത്ത് കാര്യത്തിനായി അടുത്തുള്ള പട്ടണത്തിലേക്ക് എൻ്റെ സഹായം തേടി അങ്ങോട്ട് പോകാൻ വേണ്ടി. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ ഒരു ഘട്ടത്തിൽ മുറബി സാഹിബ് വികാരാധീനനായി എന്നോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്നെ ഇവിടെ തന്നെ അടക്കം ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാനിവിടെ താമസിക്കുകയും ഈ സ്ഥലത്ത് ഒരു നല്ല മാറ്റം ഉണ്ടാക്കുകയും ചെയ്തു എന്നതിൻ്റെ ഓർമ്മ എന്ന നിലക്കാണിത്. അദ്ദേഹം തുടർന്ന് എഴുതുന്നു, ആരോഗ്യം കൂടുതൽ മോശമായപ്പോഴും അദ്ദേഹം എപ്പോഴും ലാപ്ടോപ്പിൽ ജോലി ചെയ്യുകയും സ്വയം കത്തെഴുതി തൻ്റെ ജോലി തുടർന്നു കൊണ്ടുപോകാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹം എപ്പോഴും അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചുമാണ് കൂടുതൽ ചിന്തിച്ചിരുന്നത്. തൻ്റെ അവസാന ശ്വാസം വരെ ഒരു നിമിഷം പോലും അദ്ദേഹം തന്നെക്കുറിച്ച് ചിന്തിച്ചില്ല. ഞാൻ മുറബി സാഹിബിനെ എൻ്റെ സമയവും ഉറക്കവും മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നത് കണ്ടു. മറ്റുള്ളവരെ സേവിക്കാൻ അവസരം ലഭിച്ചതിൽ അദ്ദേഹം എപ്പോഴും നന്ദിയുള്ളവനായിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ആരെക്കുറിച്ചും ചെറിയ ഒരു മോശം വാക്കുപോലും കേട്ടിട്ടില്ല. അദ്ദേഹം കരഞ്ഞുകൊണ്ട് തൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ഞങ്ങൾ റൊമാനിയൻ ജമാഅത്തിന് വേണ്ടിയും അതിലംഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം ഒരൊറ്റ ദിവസം പോലും അവധി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അധികം വിശ്രമിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം തൻ്റെ ഏറ്റവും മികച്ച കഴിവുകളോടെ ജമാഅത്തിനെ സേവിക്കുക എന്നത് തൻ്റെ കടമയാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അതിനായി തൻ്റെ ഉറക്കമോ ആരോഗ്യമോ എത്രത്തോളം ത്യജിക്കേണ്ടി വന്നാലും ശരി. അദ്ദേഹം എപ്പോഴും പൂർണ്ണമായി അള്ളാഹു താലിൽ ഭരമേൽപ്പിച്ചു. മറ്റുള്ളവരെയും കൂടുതൽ പ്രാർത്ഥിക്കാനും അവൻ്റെ സഹായത്തിൽ വിശ്വസിക്കാനും അദ്ദേഹം ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ആ നവമുസ്ലിം എഴുതുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം മുറബി സാഹിബ് ഒരു മുറബി മാത്രമല്ലായിരുന്നു, ഒരു പിതാവിനെ പോലെയായിരുന്നു. അദ്ദേഹം എനിക്കൊരു അസാധാരണ ആത്മീയ വഴികാട്ടിയും വളരെ നല്ല ഒരു അടുത്ത സുഹൃത്തുമായിരുന്നു. ഒരു മുറബിയുടെ സവിശേഷ ഗുണങ്ങളായി ഈ നവമുസ്ലിം വിവരിച്ചതാണ് ഇവയെല്ലാം. ഈ ശിക്ഷണവും സ്വന്തം മാതൃകയുമാണ് തബ്ലീഗിലും തർബിയത്തിലും എളുപ്പമുണ്ടാക്കുകയും നല്ല ഫലങ്ങൾ നൽകുകയും ചെയ്യുന്നത്. വിദേശ രാജ്യത്ത് ദീനിനു വേണ്ടി ത്യാഗം ചെയ്തതിനാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഒരു ഷഹീദിൻ്റെതാണ്. അവസാന ശ്വാസം വരെ അദ്ദേഹം തൻ്റെ പ്രതിജ്ഞ പാലിക്കുകയും അത് നന്നായി നിർവഹിക്കുകയും ചെയ്തു. ഞാൻ കണ്ടിട്ടുള്ളതുപോലെ അദ്ദേഹത്തിൻ്റെ മുഖത്തെപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. മൗലവി ഉബൈദുല്ല സാഹിബ്
മൊറീഷ്യസിൽ സേവനത്തിനിടയിൽ മരണപ്പെട്ടപ്പോൾ ഹസ്രത്ത് മുസ്ലിം മൗദുലത്താല അൻഹു അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ജമാഅത്തിനൊരു ഉപദേശം നൽകിയിരുന്നു. അതായത് ഇത്തരത്തിലുള്ള ആളുകൾ ഷഹീദുകളാണ്. നാം അവരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. തീർച്ചയായും ഫഹീം നാസിർ സാഹിബും അതുപോലുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതൃക ഒരു പാഠമാണ്, പ്രത്യേകിച്ചും വാഖ്ഫിന സിന്ദഗിമാർക്ക്. അള്ളാഹു താല മർഹൂമിൻ്റെ പദവികൾ ഉയർത്തുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും മാതാവിനും ക്ഷമ നൽകുകയും ചെയ്യുമാറാട്ടെ. രണ്ടാമത്തേത് കാനഡയിലുള്ള അബ്ദുൾ റഷീദ് ഫാറൂഖി സാഹിബിൻ്റെ മകൻ മുക്കറം അബ്ദുൽ അലീം ഫാറൂഖി സാഹിബിനെ കുറിച്ചാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂം മൂസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് പ്രകാരമാണ്. 3 സായുധരായ കൊള്ളക്കാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി. അദ്ദേഹം തൻ്റെ മുറിയിൽ ഉറങ്ങുകയായിരുന്നു. ഭാര്യയും 3 കുട്ടികളും താഴ്ത്ത നിലയിലായിരുന്നു. മകനും സ്വന്തം മുറിയിലായിരുന്നു. കൊള്ളക്കാർ എല്ലാവരുടെയും ഫോണുകൾ പിടിച്ചെടുത്തു. ശബ്ദം കേട്ട് മർഹൂം ഉണർന്നു. ഒരു കൊള്ളക്കാരൻ അദ്ദേഹത്തിൻ്റെ മുറിയിൽ പ്രവേശിച്ചു. മർഹൂം അയാളെ ഭയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അയാൾ വടികൊണ്ട് അദ്ദേഹത്തിൻ്റെ മൂക്കിലും തോളിലും അടിച്ച് ഓടിപ്പോയി. ആ മർഹൂം തൻ്റെ മകൻ്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ കോവണിക്കടുത്ത് നിന്നിരുന്ന മറ്റൊരു കവർച്ചക്കാരൻ അദ്ദേഹത്തിന് നേരെ 2 തവണ വെടിയുതിർത്തു. ഒരു വെടിയുണ്ട മർഹൂമിൻ്റെ ഹൃദയത്തിനടുത്ത് തറക്കുകയും ശരീരത്തിലൂടെ തുളച്ച് മറുഭാഗത്തെത്തുകയും ചെയ്തു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ സ്വഹാബിമാരായ ഹസ്രത്ത് മൗലവി ഖുദ്റത്തുല്ലാ സാഹിബ് സന്നോരിയുടെയും ഹസ്രത്ത് മൗലവി മുഹമ്മദ് ഹുസൈൻ സാഹിബിൻ്റെയും പേരമക്കളുടെ പുത്രനായിരുന്നു. അദ്ദേഹം ജമാഅത്തിലെ സജീവ അംഗമായിരുന്നു. 5 നേരത്തെ നമസ്കാരങ്ങളും തഹജ്ജുദ് നമസ്കാരവും അദ്ദേഹം മുടങ്ങാതെ നിർവഹിച്ചിരുന്നു. അദ്ദേഹം വളരെ ആവേശമുള്ള ദായി ഇലല്ലാഹ് ആയിരുന്നു. തൻ്റെ ഹൽക്കയിൽ ലോക്കൽ സെക്രട്ടറി തബ്ലീഗായി സേവനം ചെയ്യാൻ അവസരം ലഭിച്ചു. ഈ സമയത്ത് അദ്ദേഹം ഹൽക്കയുടെ പ്രസിഡൻ്റായി സേവനം ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൂടാതെ ഒരു മകനും 3 പെൺമക്കളുമാണ് അദ്ദേഹത്തിനുള്ളത്. മിഷണറി ഇൻചാർജും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായ സക്കരിയ ഖാൻ സാഹിബ് എഴുതുന്നു, അദ്ദേഹം വളരെ നല്ല സ്വഭാവമുള്ളവനും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വ്യക്തിത്വത്തിന് ഉടമയുമായിരുന്നു. തഹജ്ജുദ് നമസ്കാരം കൃത്യമായി അദ്ദേഹം അനുഷ്ഠിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ അറിയിച്ചു. 5 നേരത്തെ നമസ്കാരങ്ങൾ ഭംഗിയായി നിർവഹിച്ചിരുന്നു. ആവേശഭരിതനായ ദായി ഇലല്ലാഹ് ആയിരുന്നു. തൻ്റെ തിരക്കിനിടയിലും രാവും പകലും ജമാഅത്തിൻ്റെ ജോലികളിൽ മുഴുകിയിരുന്നു. സാമ്പത്തിക ത്യാഗങ്ങളിൽ അദ്ദേഹം മുന്നിട്ട് നിന്നു. ഖിലാഫത്തുമായി അദ്ദേഹത്തിന് അഗാധവും ആത്മാർത്ഥവുമായ ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മറിയം സാഹിബ് എഴുതുന്നു, അദ്ദേഹം നല്ലൊരു ഭർത്താവായിരുന്നു. ജീവിതത്തിൽ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അദ്ദേഹത്തിന് തബ്ലീഗ് ചെയ്യുന്നതിൽ വലിയ താല്പര്യവും വിസ്മയകരമായ അഭിനിവേശവും ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും പുതിയ തബ്ലീഗ് പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. ഖിലാഫത്തുമായുള്ള തൻ്റെ ബന്ധത്തെക്കുറിച്ചും അവർ എഴുതിയിട്ടുണ്ട്. അയൽക്കാരോടും പ്രദേശവാസികളോടും വളരെ നല്ല രീതിയിലാണ് പെരുമാറിയിരുന്നത്. എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം പ്രസന്നവദനനും വാത്സല്യമുള്ളവനുമായിരുന്നു. വീട്ടിലെപ്പോഴും ജമാഅത്തായി നമസ്കാരം നിർവഹിക്കുകയും മക്കളെ അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ അസീസ ഉസ്മ സാഹിബ് പറയുന്നു, ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ ആവശ്യങ്ങൾ വരെ അദ്ദേഹം ശ്രദ്ധിക്കുകയും ഞങ്ങളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുകയും ചെയ്യുമായിരുന്നു. പകൽ മുഴുവൻ തൻ്റെ ജോലിയോ ജമാഅത്തിൻ്റെ ജോലികളോ ചെയ്ത് തിരക്കിലായിരുന്നാലും രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഞങ്ങളുടെ മുറിയിൽ വന്ന് അന്നത്തെ ദിവസം എങ്ങനെ പോയി, നമസ്കാരങ്ങളെല്ലാം നിർവഹിച്ചോ എന്നെല്ലാം അന്വേഷിക്കുമായിരുന്നു. അദ്ദേഹം സ്വന്തം കാര്യങ്ങളും ഞങ്ങളോട് പറയുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹവുമായി ഒരു സൗഹൃദപരമായ അന്തരീക്ഷമുണ്ടായിരുന്നു. മകൻ ഖാസിം സാഹിബ് പറയുന്നു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിതാവ് ഒരു റോൾ മോഡലായിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ അദ്ദേഹത്തിൻ്റെ വഴി പിന്തുടരാൻ ശ്രമിക്കുന്നതാണ്. ഞങ്ങളെല്ലാ ആഴ്ചയും ഞായറാഴ്ച തബ്ലീഗിനായി പോകാറുണ്ടായിരുന്നു. അവസരം ലഭിക്കുന്നിടത്തെല്ലാം ഞങ്ങൾ തബ്ലീഗ് സ്റ്റാളുകൾ സ്ഥാപിക്കുമായിരുന്നു. അദ്ദേഹം എന്നെ ഖുർആൻ മനഃപ്പാഠമാക്കാനും പഠിപ്പിച്ചു. ഇവിടെയുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രൻ ഷജർ ഫാറൂഖി സാഹിബും ഇതേ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, വളരെ നിർമ്മലമായ മനസ്സുള്ളവനും തൽസ്വഭാവിയും ഉന്നതമായ ധാർമ്മിക ഗുണങ്ങളുള്ളവനുമായ മനുഷ്യനായിരുന്നു അദ്ദേഹം.
ഉംറ ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചപ്പോൾ അവിടെയുള്ള ആളുകൾ പോലും പറഞ്ഞു, അദ്ദേഹത്തിൽ ഞങ്ങൾ കണ്ട ആരാധനയിലുള്ള ശ്രദ്ധയും താല്പര്യവും പ്രശംസനീയമാണ് എന്ന്. അദ്ദേഹത്തിന് പെൺമക്കളുടെ ശിക്ഷണ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടായിരുന്നു. തൻ്റെ 15 വയസ്സുള്ള മകൾക്ക് ഫോൺ വാങ്ങിക്കൊടുക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം എന്നോട് ചോദിക്കുകയും എൻ്റെ നിർദ്ദേശങ്ങൾ ലഭിച്ചപ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന വ്യക്തിയായിരുന്നു. നിർബന്ധ ചന്തകൾക്ക് പുറമെ മറ്റ് സാമ്പത്തിക പദ്ധതികളിലും അദ്ദേഹം വളരെ ഉദാരമായ മനസ്സോടെ സജീവമായി പങ്കെടുത്തു. പാകിസ്ഥാനിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ അദ്ദേഹം വലിയ തുകകൾ അയക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവ് പറയുന്നു, എൻ്റെ മകൻ ജമാഅത്തിൻ്റെ ഒരു ആത്മാർത്ഥ ഭക്തനും ഖിലാഫത്തിനോട് അഗാധമായ സ്നേഹബന്ധം പുലർത്തുന്നവനുമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും സത്യത്തിന് പ്രാധാന്യം നൽകി. എല്ലാ ചെറുപ്പക്കാരോടും മുതിർന്നവരോടും സ്നേഹത്തോടെ പെരുമാറി. അദ്ദേഹത്തിന് തബ്ലീഗിനോട് വലിയ താല്പര്യമായിരുന്നു. എല്ലാ ഞായറാഴ്ചയും അദ്ദേഹം തബ്ലീഗിന് പോകുമായിരുന്നു. തഹജ്ജുദ് നമസ്കരിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അവർ പറയുന്നു, അദ്ദേഹത്തിന് ജമാഅത്തെ നമസ്കാരത്തോട് അത്രയേറെ താല്പര്യമായിരുന്നു. ചിലപ്പോൾ അദ്ദേഹം ജോലിസ്ഥലത്ത് നിന്ന് എന്നെ ഫോൺ വിളിച്ച് പറയുമായിരുന്നു, നിങ്ങൾ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ കാത്തിരിക്കുക, ഞാൻ വരുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് നമസ്കരിക്കാമെന്ന്. അള്ളാഹു അദ്ദേഹത്തോട് പാപമോചനത്തിൻ്റെയും കാരുണ്യത്തോടെയും പെരുമാറട്ടെ. അദ്ദേഹത്തിൻ്റെ മാതാവിനും ഭാര്യയ്ക്കും മക്കൾക്കും ക്ഷമ നൽകുകയും അദ്ദേഹത്തിന് നല്ല മാതൃകയിലും ആഗ്രഹങ്ങളിലും ചരിക്കുന്നവരാകട്ടെ അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.